അപ്പൊ നമുക്ക് ഇന്നത്തെ അത്താഴം റെഡിയാക്കിയാലോ. ഇന്ന് പാലപ്പവും കുറുമക്കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. കുറുമക്കറിക്ക് വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ആണ് കേട്ടോ. പിന്നെ കുറച്ച് ഗ്രീൻ പീസ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ പച്ചക്കറി കടയിൽ നിന്ന് കിട്ടുന്ന പച്ച ഗ്രീൻ പീസ് ഇല്ലേ, അതാണ് ഇടാറ്. ഇന്ന് പക്ഷെ പച്ച ഗ്രീൻ പീസ് എന്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ഗ്രീൻ പീസ് ഒന്ന് കുതിർത്ത് എടുത്തതിന് ശേഷമാണ് ഇതിൽ ചേർക്കുന്നത്. പിന്നെ ബീൻസും എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് അതും ഞാൻ ചേർക്കുന്നില്ലേ. കുക്കറിലാണ് കേട്ടോ ഞാൻ കുറുമക്കറി ഉണ്ടാക്കുന്നത്. കുക്കറിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിൽ ഒരു കഷ്ണം പട്ട, 3 കരയാമ്പൂ, 3 ഏലക്കായ ഇട്ടൊന്ന് ചൂടാക്കി അതിൽ പെരിഞ്ചീരകവും കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചെറിയ കഷ്ണങ്ങളായി നുറുക്കി വെച്ചിരുന്ന സവാളയും ഒരു 3 പച്ചമുളകും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അതൊന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റി എടുക്കാണ് കേട്ടോ. ഞാൻ ഇതിലേക്ക് കുറച്ച് കശുവണ്ടി കൂടി ഒന്ന് ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഒരൽപ്പം ഗരം മസാലപ്പൊടി ഇതും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കുതിർത്തെടുത്ത ഗ്രീൻ പീസും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കാൻ പോവാണ്. കറിയിൽ ചേർക്കാൻ കശുവണ്ടി എടുത്ത നേരത്ത് കുറച്ച് കശുവണ്ടി മാറ്റി വെച്ച് ഞാൻ അതൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതരച്ച് അതിന്റെ പേസ്റ്റും കൂടി ഞാൻ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പാലിന്റെ 2ാം പാലും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കിസ്മിസും 1 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഞാൻ ഇതൊന്ന് മൂടി വെച്ച് ഒരു 2 വിസിൽ കേൾപ്പിക്കാൻ പോവാണ് കേട്ടോ. കുക്കർ അവിടെ ഇരുന്ന് കൂവുമ്പോഴേക്കും നമുക്ക് പാലപ്പം ഉണ്ടാക്കി തുടങ്ങാം. ഞാൻ തേങ്ങയും അരിയും അരച്ചെടുത്തുണ്ടാക്കിയ പാലപ്പത്തിന്റെ മാവല്ലാട്ടോ ഇത്. പാലപ്പം മിക്സ് ചെയ്തെടുത്തതാണ്. വെള്ളയപ്പച്ചട്ടിയിലെ പാലപ്പത്തിന്റെ മിക്സ് കോരി ഒഴിച്ച് ഓരോന്നോരോന്നായി ചുട്ടെടുത്ത് ഒരു 10 എണ്ണം ആയപ്പോഴേക്കും നമ്മളെ കുക്കർ 2 വിസിൽ കൂവിയായിരുന്നു കേട്ടോ. ഇനി അതിലേക്ക് തേങ്ങാപ്പാലിന്റെ തലപ്പാലും കുറച്ച് വേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ കുറുമക്കറി റെഡി ആയിട്ടോ. ഒന്നും പറയാനില്ല മക്കളെ, അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അതിൽ കിസ്മിസിന്റെ ചെറിയ മധുരവും കശുവണ്ടിയുടെ ടേസ്റ്റും എല്ലാം കൂടി അടിപൊളിയാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പാലപ്പത്തിന്റെ മാവ് രാവിലത്തേക്കും കൂടി ഉള്ളതുകൊണ്ട് കറിയും കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിരുന്നേ, രാവിലെ എടുക്കാന്ന് കരുതി. പക്ഷെ അത് രാത്രി തന്നെ തീർന്നു. ഇനി രാവിലെ കുറച്ച് കടല എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ ഇത്ര ഉള്ളട്ടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഓക്കെ, ബൈ ബൈ.